അർശിന്റെ തണൽ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിക്കുന്നവർ. ഇത് കേൾക്കുന്ന പ്രായമുള്ളവർ വിചാരിക്കും ഒരു 10 മിനിറ്റ് റെസ്റ്റ്, ഇത് ചെറുപ്പക്കാർക്കുള്ള വേലാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ട് ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല. യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. അതിനാ യുവത്വത്തെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. യുവത്വകാലത്താണ് തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രേരണ ഉണ്ടാവുക. വയസ്സായാൽ രോമൊക്കെ നരച്ചാൽ, താടിയും മീശൊക്കെ നരച്ചാൽ ഏകദേശം മനസ്സിലാവും. പ്ലാവിൻ്റെ മുകളിലുള്ള ചക്കൻ്റെ കളറ് യെല്ലോ കളറായാൽ, മാവിൻ്റെ മുകളിലുള്ള മാങ്ങക്ക് യെല്ലോ കളർ വന്നാൽ ഇപ്പം ഒന്നിക്കിൽ താഴെ വീഴും, അല്ലെങ്കിൽ വല്ല കൊക്കയും കൊണ്ട് വലിച്ചിടുമെന്ന് ബോധ്യം ഉണ്ടാവുന്നത് പോലെ തന്നെ പ്രായമാകുമ്പോൾ തനിയെ സ്വാഭാവികമായും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പള്ളിയിൽ വരും. ഇപ്പം വരുമല്ലോ എന്ന അർത്ഥത്തിൽ. ആര്? അസ്രായീൽ അലൈഹിസ്സലാം. അതേസമയം എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ചില ചെറുപ്പക്കാരുടെ നടത്തം കണ്ടാൽ തോന്നും എനിക്ക് മരണം തന്നെ ഇല്ല. ബൈക്കൊക്കെ ഓടിക്കുന്ന കാണുന്നില്ലേ? എങ്ങനെല്ലാം ഇൻസ്റ്റയിൽ 2 ലൈക്ക് കിട്ടുമോ എന്ന അർത്ഥത്തിലാണ് അവരുടെ ഓട്ടം തന്നെ. അവിടെയാണ് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാർ. അവിടെ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഇവിടെ ആണായാലും പെണ്ണായാലും യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവർക്ക് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കും. എന്നിട്ട് വയസ്സായാലും അടിച്ചു പൊളിക്കോ? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിലായാൽ അള്ളാഹു ആ വഴിയിൽ അങ്ങനെ പോകും, വിടും. അള്ളാഹു നമ്മളെല്ലാം ആ ഗണത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇവിടെയാണ് നമ്മളെ മക്കളെ കാര്യം ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളെ മക്കൾ ആ വഴിയിലെത്തണം. മക്കൾ സ്വാലിഹീങ്ങളാവണം. മക്കൾ സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ദുആ ആണ്. ഒരിക്കലും മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. ലാ തദഉ അലാ ഔലാദിക്കും എന്നാണ്. മക്കൾക്കെതിരെ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല. ഹുസ്നുത് തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, നമ്മളെ മക്കളെ നമ്മൾ നല്ല നിലയിൽ വളർത്തി, എന്നിട്ടും അവര് നേരെ ഉൾട്ടയാ വളരുന്നത്. സുമ്മ ഇൻകാന ശാബു അലാ ഖിലാഫി മാ ദകർനാഹു, നമ്മൾ പറഞ്ഞതിനനുസരിച്ചിട്ടല്ല അവരുടെ നീക്കുപോക്കുകൾ. മുടിയൊക്കെ നീട്ടി വളർത്തി, എപ്പം നോക്കിയാലും മ്യൂസിക്, ഗാനവും ഹറാമും തെറ്റും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്നു. എത്ര കൊല്ലായി ഇവനോട് പറയണത്, ഇവൻ നേരെ വളരുന്നില്ല. ഒരിക്കലും മാതാപിതാക്കൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യരുത്? അവൻ നന്നാവില്ല എന്നൊരിക്കലും നമ്മൾ ഉറപ്പിച്ച് തീരുമാനം എടുക്കരുത്. അവൻ നന്നാവാതിരിക്കട്ടെ എന്ന ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്യരുത്. കമാ യഫഅലുഹു കസീറുൻ മിനൽ ജഹല മഅ ഔലാദിഹിം വ അഹ്ലിഹിം. വിവരമില്ലാത്ത കുറെ വാപ്പമാർ, ഉമ്മമാർ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവര് നന്നാവണം എന്ന അർത്ഥത്തിൽ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ, നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കൂല എന്ന് പറഞ്ഞേക്കരുത്. ചിലപ്പോൾ ആ കുട്ടി 40 കൊല്ലം കള്ളു കുടിച്ച് നടന്നതിനേക്കാൾ അപകടം ഉണ്ടാവുന്നത് നിങ്ങളുടെ ആ 1/2 മിനിറ്റുള്ള ശാപപ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ടാണ് കരുണയുടെ കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തദഉ അലാ ഔലാദിക്കും, നിങ്ങൾ ഒരിക്കലും മക്കൾക്കെതിരെ ദ്വാരക്കരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ആദ്യം അറിയേണ്ടത്.
വിശേഷിച്ച് ഈ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെ ദ്വാരക്കരുത്. മറിച്ച് അവർക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി ദ്വാരം നിൽക്കണം.